ഹലോ എവരിബഡി, 4 ഫേണിൻ്റെ ഒരു കോംബോയുമായിട്ട്, അതും ഏറ്റവും വിലക്കുറവിൽ 100 രൂപയേ ഉള്ളൂ 4 ഫേണിൻ്റെ കോംബോയ്ക്ക്. അതുമായിട്ട് രേഖയും രാജം പ്ലാൻസും എത്തിയിട്ടുണ്ട്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. GPay ആണ് പേയ്മെൻറ്റ് മോഡ്. DTDC ത്രൂ ആണ് പ്ലാൻസ് അയക്കുക. അതിൽ ഒരു പ്ലാന്റ് ഈ കാണുന്ന ബോസ്റ്റൺ ഫേണാണ്. സിംഗിൾ പ്ലാന്റാണ് ഈ കോംബോയിൽ ഉണ്ടാവുക. ഈ കാണുന്ന ബോസ്റ്റൺ ഫേണ്. വേറെ പേരുകളും ഉണ്ടാകാം. ഞാൻ ഇവിടെ പറയുന്ന പേരുകളാണ്. അടുത്തത് ഈ ഫേണാണ്. ഇതിൻ്റെ ഇലയുടെ അറ്റഭാഗം കുറച്ച് ചുരുണ്ടിരിക്കും. പേരെന്തുവാന്ന് ശരിക്കും അറിയത്തില്ല. ഇത് ഫിഷ് ടെയിൽ ഫേണാണ്. അതാണ് മൂന്നാമത്തെ ഫേണ് വരിക, ഫിഷ് ടെയിൽ ഫേണ്. അതിനൊക്കെ നല്ല വിലയുള്ള ഫേണാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തത് ഈ വേഫിൾ ഫേൺ എന്ന് പറഞ്ഞ അതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കോട്ടൺ ക്യാൻഡി എന്നും പറയാറുണ്ട്. കോട്ടൺ ക്യാൻഡിയും ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് കോട്ടൺ ക്യാൻഡി. എല്ലാത്തിൻ്റെയും തന്നെ സിംഗിൾ പ്ലാന്റാണ് ഈ കോംബോയിൽ വരിക. അപ്പോൾ ഇപ്പം ഞാൻ ബോസ്റ്റൺ കാണിച്ചു, ഫിഷ് ടെയിൽ കാണിച്ചു, പേരറിയാത്തൊരു ഫേണ് കാണിച്ചു, പിന്നെ വേഫിൾ ഫേണ്, കോട്ടൺ ക്യാൻഡി, ഇനി ഒരു ബട്ടൺ ഫേണും കൂടെ ഉണ്ട്. ഇത്രയും ഫേണാണുള്ളത്. ഇതിൽ ഏതെങ്കിലും 4 ഫേണ് സിംഗിൾ പ്ലാന്റാണ് 100 റുപ്പീസിന് കിട്ടുക. ചിലതിൻ്റെ നമ്പർ വളരെ കുറവാണ്, സിംഗിൾ പ്ലാന്റിൻ്റെ നമ്പർ കുറവാണ്. അപ്പോൾ അത് തീരുമ്പോൾ ആ പ്ലാന്റ് മാറിയിട്ട് പിന്നെ അവൈലബിൾ ആയ പ്ലാന്റിൻ്റെ 4 പ്ലാന്റാണ് കോംബോയിൽ വരിക. 100 റുപ്പീസ് മാത്രമാണ് പ്രൈസ് വരുന്നത്. ഇതാണ് ആ ബട്ടൺ ഫേൺ എന്ന് പറഞ്ഞത്. നല്ല ഭംഗിയാണ്, ബുഷിയായിട്ട് നിർത്താനൊക്കെ പറ്റിയ ഫേണുകളാണ് എല്ലാം തന്നെ. പെട്ടെന്ന് നമുക്ക് ബുഷിയായിട്ട് വളർത്താം. നമ്മൾ കുറച്ച് ചകിരിച്ചോറും മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മതിലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുക മൂസും കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കൂടെ മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സിൽ നട്ട് എവിടെയെങ്കിലും മരത്തിൻ്റെ കീഴിലോ വെയിൽ തട്ടാതെ ഗ്രീൻ നെറ്റിൻ്റെ കീഴിലോ മാത്രം നട്ടാൽ മതി. ബുഷിയായിട്ട് വളരും. അധികം ചിലവില്ലാതെ, അധികം കെയറില്ലാതെ നമ്മളുടെ വീട്ടിലെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റിയ പ്ലാന്റുകളാണ്. ഈ ബോസ്റ്റൺ ഫേണൊക്കെ ഹാങ്ങിങ് ആയിട്ട് നമുക്കിടാം. നല്ല ബുഷിയായിട്ട് ബോൾ പോലെ നമ്മുടെ ഹാങ്ങിങ് ബോട്ട് ആയി വരുന്ന ഒരു പ്ലാന്റാണ് ബോസ്റ്റണ്. കോട്ടൺ ക്യാൻഡിയും അങ്ങനെ തന്നെയാണ്. പിന്നെ അഥവാ ഇലയ്ക്കൊക്കെ ഉണങ്ങിപ്പോയാൽ അടുത്ത മഴയാകുമ്പോഴത്തേക്ക് വീണ്ടും മഴ സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കിളിച്ചു വരും. വെയിൽ വേണ്ട, ഷെയ്ഡാണ് വേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.